ഏറ്റവും പേടിയുള്ളൊരു കാര്യം, കർത്താവ് തന്റെ വേലക്കെങ്ങാനും എന്നെ വിളിച്ചു കളയുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചാൽ അത് എത്രയോ നല്ലൊരു കാര്യമാണ്, എത്രയോ വലിയൊരു കാര്യമാണ്. മുമ്പേ ഇവിടെ ശമുവേൽ സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് അധികം പേരൊന്നും പോയി കാണുന്നില്ല. അതിന്റെ ഒരു കാരണം ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ്. നമ്മൾ മക്കളെ എഞ്ചിനീയർ ആകാനും ഡോക്ടറാകാനും പേർഷ്യയിൽ പോകാനും അമേരിക്ക പോകാനും മാത്രമേ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. ആത്മീക വഴിയിൽ കർത്താവിന്റെ വേല വളരെ വിലപ്പെട്ടതാണെന്നും അതിന് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ടെന്നും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വഴി അവർ മനസ്സിലാക്കണം. അപ്പോ അവർ പോകാനായിട്ട് തയ്യാറാവും. മറ്റു ജോലിക്കൊന്നും പോരെന്നല്ല, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് അവർ പോയിക്കോട്ടെ, ഞാനതിനെതിരല്ല. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകണം, കർത്താവിന്റെ വേല ഉന്നതമായ വേലയാണ്. ചില സുവിശേഷകന്മാരുടെ തന്നെ സംസാരവും മറ്റുമൊക്കെ കണ്ടാൽ അബദ്ധവശാൽ ഇതിനകത്ത് പെട്ടുപോയി, എന്റെ പൊന്നെ നിങ്ങൾക്കെങ്കിലും ഈ ഗതി വരല്ലേ എന്ന് മക്കളോട് പറയുന്ന നിലയിലാണ് ചിലരുടെ ജീവിതം. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. എനിക്ക് 4 പെൺമക്കളാണുള്ളത്, നിങ്ങൾക്കറിയാം. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. 3ാമത്തെ മോള് MA കഴിഞ്ഞ്, അവൾ ഹൈദരാബാദിലാണ് MA പഠിച്ചത്. MA കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇനി വേണേ PhDക്ക് പോകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകാം. അവൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അടുത്ത ഒരു വർഷം ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ പോവുക. ഞങ്ങൾ അവളോട് പറഞ്ഞതല്ല, ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ല അങ്ങനെ ഒരു കാര്യം. ഞാൻ അടുത്തൊരു വർഷം PhDക്കോ അല്ലെ മറ്റു കാര്യത്തിനോ പോകുന്നതിന് മുമ്പ് ഒരു വർഷം ഞാൻ കോളേജുകളിൽ കർത്താവിന്റെ വേല ചെയ്യാൻ പോവുക. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കെന്നുണ്ടായ സന്തോഷം ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ സൂചിപ്പിച്ചു പോലുമില്ല, ഞങ്ങൾ ചിന്തിച്ചേ ഇല്ല അങ്ങനെ ഒരു കാര്യം. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ അപ്പൻ കർത്താവിന്റെ വേല നല്ല വേലയാണെന്ന് കരുതി അതിന് പോയി, അത് നല്ലതാണെന്ന് കരുതി ഞാനും പോയി. അപ്പൊ എന്റെ മോക്കും മനസ്സിലായി ഇത് കൊള്ളാവുന്ന വേലയാ, ചെയ്യേണ്ട വേലയാണ്. സഭയിൽ ആ വിവരം പറഞ്ഞു, സഭ പ്രാർത്ഥിച്ചു. അവൾ കഴിഞ്ഞ 1 വർഷമായിട്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളിൽ പ്രവർത്തിക്കുകയാണ്. കോളേജുകളിൽ പോകുന്നു, ഗ്രൂപ്പുകൾ നടത്തുന്നു, ക്യാമ്പുകളിൽ പോകുന്നു, കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുന്നു, ചിലർ രക്ഷിക്കപ്പെടുന്നു. അവളെ പ്രാർത്ഥിച്ചയച്ച ദിവസം എത്ര വലിയ സന്തോഷം എന്റെ ഹൃദയത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ നല്ല ഒരു കാര്യമല്ല. എന്തോ ഒരു നല്ല കാര്യമാണ്. നമ്മുടെ മക്കൾ പറയുകയാണ്, എനിക്ക് കർത്താവിന്റെ വേല. അപ്പൊ അവർക്ക് എന്ത് മനസ്സിലായി? ഇത് നല്ല വേലയാണ്, ചെയ്യേണ്ട വേലയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ അവരത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ സന്തോഷകരമായ വേറൊരു കാര്യം നമുക്കില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുകയും കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ പരസ്യ ജീവിതത്തിൽ നാം അയക്കുകയും കർത്താവ് നടത്തിപ്പ് തരുന്നെങ്കിൽ പോവുകയും ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ ഇന്ന് കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ കേവലം നല്ല മീറ്റിംഗ് ആയിരുന്നെന്ന് പറഞ്ഞ് നമ്മളെല്ലാം വീട്ടിൽ പോകാതെ, കർത്താവെ, ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നവരാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഗൾഫിലെ കാര്യം സുനിൽ പറഞ്ഞു, ഗൾഫിലെ സഭകളൊക്കെ വളരെ കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ പോരാ, നാം എല്ലാവരും ഇനിയും കൊടുക്കണം, കൂടുതൽ കൊടുക്കണം, കാര്യമായി കൊടുക്കണം. അവരെ നിലനിർത്തത്തക്കവണ്ണം, സപ്പോർട്ട് ചെയ്യത്തക്കവണ്ണം കർത്താവിന്റെ വേലയിൽ, ആ പെട്ടകം പണിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കിയെല്ലാം നശിക്കുമ്പോഴും ഈ ഇൻവെസ്റ്റ്മെന്റ് നിലനിൽക്കും, നിത്യതയിലും നിലനിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. Thank you, Brother John Green. സാം കളീക്കൽ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാം കളീക്കൽ. Let's pray. Gracious, loving Father, we thank you that you have spoken to us through thy servants. And in this meeting, Lord, we pray, help us to respond according to your desire in each and every one of our life. Lord, we thank you who thou art. Thou art the Lord of love and mercy. In thy love thou hast reached out and touched our life in and through the person of Lord Jesus Christ. Not only, Lord, you have sent your Son
but also you have opened the heaven itself, so that not only we will be saved from our sins and its punishment, but also we will have the fellowship right now with you, and one day we will be with you forever. Lord, you have bought us with a price, and we are not our own. What we belong to you. As servants of God in each and every one of us, Lord, help us to understand our responsibilities. Help us to be responsive to the word, so that we may react according to thy desire. Lord, we pray for the Orissa work and the Indian gospel work. Lord, you loved each and every one of us. You love the people in Orissa, and your love may be extended in and through thy servants, so that they may reach the people, those who are lost in sins. They may find you, Lord Jesus Christ, as the Lord and Savior. Help us to pray and support for the gospel workers, we pray. Also help us to be helpful to either sending the letters or calling and encouraging them, we pray. Lord, we pray, open Indian gospel work. Help them freely serve, freely speak, so that people may hear, and you may be opening their hearts, and you may be speaking through the servants, whether it is practically a full-time evangelist or others. Lord, we pray, be with each and every one of us, Lord. Help us to be responsive to the message we get. Send us, Lord, that's our message. That's our request. If it is that thy will, be responsive to this call. We submit us to thy feet. Thank you for hearing the words. We pray in our Savior, Lord Jesus Christ's name. Amen. ഇനിയും വോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് അനൗൺസ്മെന്റിന് വേണ്ടി ബ്രദർ രാജു പി എബ്രഹാമിനെ ക്ഷണിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് അനൗൺസ്മെന്റ്സ്. ചെങ്ങന്നൂർ താലൂക്ക് സുവിശേഷീകരണത്തിൻ്റെ ചുമതലയിൽ ഇങ്ങനെ ഒരു സമ്മേളനം നാം ഓർത്തുപോലെ വിശുദ്ധ സഭായോഗം കൂടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരു വിശുദ്ധ ദിവസം നൽകിത്തന്നു. സർവമഹത്വവും വലിയവനായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. സുവിശേഷത്തെ സ്നേഹിച്ച് സുവിശേഷ വേലയുടെ അഭിവൃദ്ധിയെ ലാക്കാക്കി ഇന്ന് രാവിലെ ഇവിടെ കൂടി വന്ന എല്ലാ ദൈവജനങ്ങൾക്കും നന്ദി പറയുകയാണ് എൻ്റെ ദൗത്യം. കർത്താവിനെ സ്നേഹിക്കുന്നവർ, സുവിശേഷത്തെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വേലയെ സ്നേഹിക്കുന്നു, കടന്നു വരുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ വന്നു. കഴിഞ്ഞ നവംബർ 25 പെരുമ്പാവൂര് കൃഷ്ണൻകുട്ടി സാറിനെ ആദരിക്കാനായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ വളരെ ആൾക്കൂട്ടം പുറയിൽ, ഓഡിറ്റോറിയത്തിന്റെ പുറയിലും വന്ന് നിന്നുകൊണ്ട് അവിടെ നിൽക്കുന്നത് കാണാനുണ്ടായി. വാസ്തവത്തിൽ ഞാൻ വളരെ ദൈവത്തെ സ്തുതിച്ചു. സുവിശേഷത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എത്രയോ പേര് നമ്മൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അങ്ങനെ ആത്മാർത്ഥമായ സ്നേഹത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ചെങ്ങന്നൂർ താലൂക്ക് സുവിശേഷീകരണത്തിന്റെ നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വിശേഷിച്ച് കുമ്മനാട്ട് സഭയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ സന്തോഷത്തോടുകൂടി എൽഡേഴ്സ് ആ കാര്യം ചർച്ച ചെയ്യുകയും ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ജാനുവരി 1 വൈകിട്ട് ഇതിനുള്ള ബന്ധത്തിലൊരു പ്രയർ മീറ്റിംഗും സഭയിലെ ചുമതലപ്പെട്ടവർ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് കൂടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ മീറ്റിങ്ങിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി. അതും നന്ദിയോടെ ഓർക്കുന്നു. അതിന് പ്രത്യേകിച്ച് ചുമതലയെടുത്ത സഹോദരൻ പി.ഒ. സാമുവലിനും അതുപോലെ തന്നെ KP
ബേബി സഹോദരനോടും പ്രത്യേകമായിട്ട് ആ കാര്യത്തിൽ നന്ദി പറയുന്നു. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ നന്ദിയുള്ളവരായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ താലൂക്ക് സുവിശേഷീകരണത്തിന്റെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് പറഞ്ഞുകൊള്ളുകയാണ്. കുമ്മനാട് സഭയോടുള്ള ബന്ധത്തിലാണല്ലോ പ്രിയ ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന പ്രിയ ശ്രീ സമൽ ചാനം കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവനും ഈ മീറ്റിങ്ങുകൾ ഈ നിലയിൽ ഭംഗിയായിട്ട് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവന് ഞങ്ങൾ വീട്ടിൽ പോയി കണ്ട് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ കാര്യം ഏറ്റെടുക്കാം എന്ന് സമ്മതിച്ചു. വാസ്തവത്തില് താന് തന്റെ സംസാരവും തന്റെ നിയന്ത്രണവും ഒക്കെ തീർച്ചയായിട്ടും തക്ക സമയത്ത് ഈ കൊടിയുരവ് അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ച നിലയിൽ തീർക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നിട്ടുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ചാനോട്ടുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങള് ചെങ്ങന്നൂർ താലൂക്ക് സുവിശേഷീകരണത്തിന്റെ നാമത്തില് ഞാൻ നമ്മുടെ കർത്താവിന്റെ നാമത്തിലും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഒറീസയിൽ നിന്ന് കടന്നു വന്ന പ്രിയ സഹോദരന്മാര് CP മാത്യു, ജോസഫ് മഷിദാസ്, ഈ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഒറീസയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട്, ഒരു അവബോധം ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തുടർന്നുള്ള നാളുകളിൽ ഒഡീസയിലെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാൻ കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവർ രണ്ടുപേരെയും, ജോസഫ് മസിദാസ് അതുപോലെ പ്രിയ CP മാത്യു, ഈ രണ്ട് പ്രിയപ്പെട്ടവരെയും അവരോടുള്ള നന്ദി പറയുന്നതോടൊപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തു. ഒരു മലയാളി സുവിശേഷന്റെ സ്ഥാനത്ത് 70 ഒറീസക്കാരായിട്ടുള്ളവർ അവിടെ നിന്ന് വന്നു. അങ്ങനെയെങ്കിൽ ഇനിയും ഇവിടെ നിന്ന് ഒരാള് പോകുകയാണെങ്കിൽ അതിന്റെ 10 പ്രൊപ്പോർഷനായിട്ട് ഒരു 10 പേരെങ്കിലും ഒറീസയിൽ നിന്ന് വരും. ഒറീസയിൽ ഒരു പ്രത്യേകതയായിട്ട് അതിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ഇവിടെ നിന്ന് ആ വേല ലാക്കാക്കി സുവിശേഷ പ്രവർത്തകർ കടന്നു പോവുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കടന്നു തള്ളാതെ വാസ്തവത്തിൽ അവിടെ ഇനിയും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നമ്മൾ ഓർത്ത് ഏതാണ്ട് 11 ഡിസ്ട്രിക്റ്റിൽ സഭകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലത്തേക്കും വേലക്കാരെ അയക്കേണ്ടതിന് ദൈവം ഇടയാക്കട്ടെ. പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ജോൺ കുര്യൻ സഹോദരന് അതിന്റെ ആവശ്യം നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുകയും കൊടുക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവൻ വളരെ ഒറീസയിലെ ഒരു വേലക്കാരന്റെ സ്ഥാനത്ത് നിന്ന് വേലക്കാരനെ പോലെ നമ്മോട് അത് പറയുകയുണ്ടായി. പ്രാർത്ഥിക്കുക, കൊടുക്കുക, അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം അയക്കുക, പോകുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി എന്റെ പ്രിയ ദാസനെയും ഞങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇന്ന് വളരെ പ്രയോജനകരമായിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തി. കർത്താവിനെയും തന്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം കൂടുതലായ ആയുസ്സും ആരോഗ്യവും തരട്ടെ. കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം കർത്താവിന്റെ നാമത്തില് ചെങ്ങന്നൂർ താലൂക്ക് സുവിശേഷീകരണത്തിലുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ കടന്നു വന്ന ഈ കാര്യത്തിന്റെ ഒറീസയിലെ പ്രവർത്തനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ സുനിലിനും ദുബൈയിൽ നിന്ന് കടന്നു വരാനിടയായി. വികാസത്തില് താനെ ഓർപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. കർത്താവ് ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും പ്രിയപ്പെട്ടവനെ എടുത്തുപയോഗിച്ചു. വിശേഷിച്ച് നമ്മുടെ ഇടയിൽ അതിന്റെ പ്രവർത്തനത്തോടുള്ള ഭാരം അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയപ്പെട്ടവനെ എടുത്തുപയോഗിച്ചു. സുവിശേഷത്തിന് വേണ്ടി തനിക്ക് കൊടുത്തിരിക്കുന്ന ഈ താല്പര്യത്തെ ഓർ സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ സാധ്യമല്ല. ഒറീസയിലെ വേണ്ടി ഇങ്ങനെ ഒരു പ്രത്യേക സമ്മേളനം നടത്തണം എന്നുള്ള ഒരാശയം വാസ്തവത്തിൽ പ്രിയ പിതാവ് ചാക്കോ ഫിലിപ്പ് അങ്കിളാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ശിരസ വഹിക്കുകയും ആ കാര്യത്തിൽ മുന്നോട്ടിറങ്ങുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ആ വേലയോടുള്ള ആത്മഭാരം, തന്റെ ആത്മഭാരവും തീക്ഷ്ണതയും ഇങ്ങനെ ഒരു സംരംഭത്തിന് വാസ്തവത്തിൽ ചെങ്ങന്നൂർ താലൂക്ക് എന്താ ഉമ്മനയുടെ കാര്യം എന്നൊരു ചോദ്യം ഞങ്ങൾ വന്നപ്പോൾ ചോദിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരോടും പ്രിയ
നന്ദിയോടുകൂടെ പ്രിയ പാപ്പച്ചാനെയും ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവം ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ബ്രദർ ന്യൂസ് പുനലൂരിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അവരാണത് ചെയ്യുന്നത്. അവരോടുള്ള നന്ദിയും താലൂക്ക് സുവിശേഷീകരണ നാമത്തിൽ അറിയിക്കുകയാണ്. ഓക്കെ. അത് കൂടാതെ അതിൻ്റെ പ്രൊജക്ടർ ഇന്ന് ഒറീസയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണിക്കുകയുണ്ടായി. അതിൻ്റെ പ്രൊജക്ടർ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നത് പ്രിയ എബ്രഹാം തോമസ് പുലാടാണ്. പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് നമ്മുടെ ഫിലിപ്പ് എബ്രഹാം അപ്പച്ചനാണ്. വടക്കേണ്ടിയിൽ ആദ്യമായിട്ട് വേലയ്ക്ക് കടന്നുപോയ സുവിശേഷന്മാർ ഒരാളെന്ന നിലയിൽ നമ്മൾ മധ്യത്തിൽ കടന്നു വന്ന് നമ്മെ ആശീർവദിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയപ്പെട്ടനെ ബലപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗത്തിൽ കൂടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വളരെ ദിവസങ്ങൾ തന്നെ താൻ ഭാരപ്പെട്ടു. എന്നാൽ തന്നെ ഇന്ന് ബലപ്പെടുത്തി. പ്രിയപ്പെട്ടതിനുള്ള നന്ദി അറിയിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും ആശീർവാദവും അച്ഛൻ ചെയ്യണം എന്നുള്ള കാര്യം ഒരിക്കലും ഓർപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഈ ഒറീസയ്ക്ക് വേണ്ടി എടുത്ത സ്തോത്രകാഴ്ച ഓർക്കുകയാണ്. അതിലേക്ക് കരങ്ങൾ നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാനും അവൻ ചെലവാക്കുവാനും ചെലവായി പോകുവാനും അയക്കുവാനും സ്വയം പോകുവാനും ദൈവമായ കർത്താവ് നമ്മയും സഹായിക്കട്ടെ. പ്രവർത്തന ദിവസം 20-ാധ്യായത്തിന്റെ 35 വാക്യം ഇങ്ങനെ ഒരു വാക്യമുണ്ട്. പൗലോസിന്റെ സുവിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കർത്താവിന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നാം മുമ്പേ കേട്ടത്. എന്നാൽ പൗലോസ് പ്രത്യേകമായിട്ട് പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുവാൻ. അതുകൊണ്ടാണ് പൗലോസിന്റെ സുവിശേഷം എന്ന് ഞാൻ പറയാനായിട്ട് കാര്യം. അതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യമായ അവസരം നാം എല്ലാവരും ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, എല്ലാവർക്കും വളരെ രുചികരമായ ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് VKV എന്ന് പറഞ്ഞ കാറ്ററേഴ്സാണ്. അവിടെ ഡെസ്കും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡാണ്. അതിലൂടെ ആസ്വദിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതെ, 2 മണിക്ക് ശേഷം ഒറീസയിലെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരമുള്ള പ്രിയപ്പെട്ടവർക്ക് 1 മണിക്കൂർ ഒരു ഇന്ററാക്ഷൻ എന്നുള്ള നിലയിൽ വിശേഷിച്ച് അവിടെ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കാനും എന്തെങ്കിലും അവരുടെ ആത്മഭാരം ഷെയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ആ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഉള്ള സമയമാണ്. താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് അക്കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥനയും ആശീർവാദവും കഴിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹം കൂടെ ഞാൻ പറയട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വലിയവനായ പിതാവിനൊരു സ്തോത്രം 3 പ്രാവശ്യം സ്തോത്രം പറഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി പിരിയാവുന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കതിൽ സന്തോഷമുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയവനായ ദൈവമേ, കരുണയിൽ സമ്പന്നനെ, ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം. എന്നാൽ സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളെ വേർതിരിച്ചു എന്നുള്ളത് അതിലുപരിയായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഈ പ്രത്യേകാലുള്ള കൂടിയവരവനെ ഈ സംഗമത്തിന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യബോധത്തിൽ ഇരുത്തുവാൻ നിനക്ക് പ്രസാദം തോന്നിയതിനായിട്ട് സ്തോത്രം. ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശേഷാൽ ഒറീസയായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കേട്ടു. ആദ്യത്തെ ചില വർഷങ്ങൾ മാത്രമാണ് മലയാളികളായ സഹോദരന്മാർ പോയത്.
ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഭാരമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും കേരളത്തിൽ ഒരു ഉണർവുണ്ടാകുവാനും അനേക യുവാക്കന്മാർ, യുവതിമാർ ഒറീസയിലേക്ക് മാത്രമല്ല വടക്കേ ഇന്ത്യയിലേക്ക് അനേക ലക്ഷം ഗ്രാമങ്ങളിലേക്ക്, ഡിസ്ട്രിക്റ്റുകളിലേക്ക് പോകാൻ ഇടയാക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസന്മാരെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഒറീസയെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. തുടർന്ന് ഞങ്ങൾ കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആ വചനത്തോട് നീതി പുലർത്തുന്നവരാണോ എന്ന് ഞങ്ങൾ തന്നെ സ്വയം ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസനെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുത്തെ അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു വെരി മച്ച്. ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. പി എ പുന്നൂസ് കർത്താദാസൻ പി എ പുന്നൂസ് മുന്നോട്ട് നിന്ന് സ്തോത്രം ചെയ്യും. അതിനുമുമ്പായിട്ട് ഒന്നിന്റെ കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളതായിരിക്കുന്ന ആ കാർഡ് നേരെ നിങ്ങൾ ഇറങ്ങിപ്പോകണം. വാതിക്കൽ സഹോദരന്മാർ നിൽപ്പുണ്ട്, അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാവുന്ന നിലയിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ചെയ്തതിനു ശേഷം എത്രയും വേഗം ഡൈനിങ് ഹാളിലേക്ക് പോയി ഭക്ഷണത്തിന് ഇരിക്കാവുന്നതാണ്. ഒരു കുമ്പനാട് കൺവെൻഷന്റെ പ്രസംഗങ്ങളും പാട്ടുകളും അടങ്ങിയ CD 100 രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അത് വാങ്ങണം. കൂടാതെ ശ്രദ്ധിക്കുക, ഈ CTMന്റെ ഒരു പ്രാർത്ഥനാ യോഗം ഈ മാസം 18-ാം തീയതി മഴിക്കർ പ്രധാന സഭാ ഹാളിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ സംസ്ഥാനത്തെ, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെ ഓർത്തുകൊണ്ട് അവിടെയുള്ള സുവിശേഷന്മാരെ പ്രത്യേകമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങളൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. രോഗികൾ, മറ്റു വില പ്രയാസം അനുഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സഹോദരന്മാർക്കും, സഹോദരന്മാർക്കും ഈ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ മഴിക്കൂർ പ്രധാന സഭാകളിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കാവുന്നതാണ്. ചില സഭകൾക്ക് നോട്ടീസ് എത്തിയിട്ടുണ്ട്. പുറകാലെ ഇന്ന് ഉച്ചതിരിഞ്ഞ് മറ്റുള്ള സഭകൾക്കും നോട്ടീസ് എത്തും. എത്തിയില്ല എങ്കിൽ തന്നെയും അടുത്ത വെള്ളിയാഴ്ച 18-ാം തീയതി രാവിലെ 10 മണിക്ക് മഴിക്കൂർ സഭാ ഹാളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തിച്ചേരണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പിരിയാം. പി എ പുന്നൂസ് സഹോദരനെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ മാസം 25-ാം തീയതി വൈകിട്ട് 7 മണി മുതൽ BBC ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജോൺ കുര്യനായിരിക്കും ആ മീറ്റിംഗിൽ സംസാരിക്കുന്നത്. തന്നോടൊപ്പം കൊറിയയിൽ നിന്ന് വരുന്ന ചില പ്രവർത്തകരും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ മീറ്റിംഗിൽ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ജാനുവരി മാസം, അതായത് ഈ മാസം 25-ാം തീയതി വൈകിട്ട് 7 മണി മുതൽ. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ പ്രിയ പിതാവാം ദൈവമേ, തിരുനാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം മുതൽ ഈ സമയം വരെയും അവിടുത്തെ തിരുവചനം കേൾക്കുവാനും അവിടുത്തെ ആത്മീയമായ ഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കുവാനും ഇടയാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവയെ ഭക്ഷിച്ച് തിരുനാമത്തിനായി ജീവിപ്പാൻ സഹായിക്കുമാറാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.